ഇന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ട്രെയിനിലാണ് ഞാൻ രാവിലെ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്. കയ്യിൽ അധികം പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു യാത്ര പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഉള്ള പൈസയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര, അതാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. ഇവിടുന്ന് കന്യാകുമാരി വരെ പോകാൻ പാസഞ്ചർ ട്രെയിനിൽ ഒരു 30 രൂപ കൊടുത്താൽ കേട്ടോ. കന്യാകുമാരി അമ്മയെ കാണണമെന്ന ആഗ്രഹം മതിയായി വന്നപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, കയറി. നിങ്ങൾ ഈ കാണുന്ന മെയിൻ എൻട്രൻസ് അല്ലേ, ഇതുവഴി കയറി കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ കൊടുക്കണമത്രേ. എൻ്റെ കയ്യിൽ അത്രയും കാശില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ റൈറ്റ് സൈഡിലൊരു വേ ഉണ്ട്, നമ്മൾ ക്യൂ നിന്ന് അമ്മയെ കാണുന്ന. നമ്മൾ സാധാരണക്കാരല്ലേ ക്യൂ നിന്ന് അമ്മയെ കണ്ടാൽ മതി. ഈ കാണുന്ന ക്യൂ ലൈൻ വഴി ഞങ്ങൾ കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം അകത്ത് കയറി വളരെ മനസ്സ് നിറയെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തിറങ്ങി എനിക്ക് അമ്മയുടെ ഒരു പടം വാങ്ങണമായിരുന്നു. ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കടകളൊക്കെ ഒന്ന് കണ്ടു. അതിയായ വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഒരു ഊണ് മേടിച്ചു. ഉച്ച സമയം ആയതുകൊണ്ടാണ് കേട്ടോ ഊണ് മേടിച്ചത്. ഒരു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഊണിന്. അത് കഴിഞ്ഞാൽ തിരിച്ച് നേരെ കടൽ കാണാൻ വേണ്ടി. ഇത് മസ്റ്റാണല്ലോ എന്ന് കണ്ട് ഒരുപാട് സമയം ആസ്വദിച്ചു. എനിക്ക് കടലിൽ കുളിക്കുന്നതിനേക്കാളും ഇഷ്ടം കടൽ കണ്ട് ആസ്വദിക്കാനാണ് കേട്ടോ. നല്ല നട്ടുച്ചയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ചുറ്റാകെയുള്ള കടകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കണ്ടു. എല്ലാ സാധനങ്ങൾക്കും കയറി വില ചോദിച്ചു. ചെറിയ ചെറിയ പൈസക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടുന്നതൊക്കെ മേടിച്ചു. കന്യാകുമാരി മാത്രമാണല്ലോ, ഏതെടുത്താലും 10 രൂപ 5 രൂപ അത് ഞാൻ കൈക്കലാക്കി. പിന്നെ തിരിച്ച് നടക്കുമ്പോൾ ഈ കാണുന്ന അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കുടിച്ചു. കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചുള്ള ട്രെയിൻ, അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക. കറക്റ്റ് 3 മണിക്ക് തിരിച്ചുള്ള ട്രെയിൻ ട്രിവാൻഡ്രത്തേക്ക് ഉണ്ടായിരുന്നു. അതിൽ കയറി ടിക്കറ്റ് എടുത്ത് വീട്ടിൽ.